ഹലോ ഗായ്സ്, അപ്പം നമ്മുടെ ഒബിയസ്ലി എൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണിത്. നമ്മൾ ആദ്യത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ കണ്ടിട്ട് പോകും. അത് റെക്കോർഡിംഗ് സെക്ഷൻ മാത്രം പറഞ്ഞിട്ടുണ്ട്. ഇതിൽ നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ എങ്ങനെയാണ് യൂട്യൂബിൽ സ്ട്രീം ചെയ്യുന്നതെന്ന്. നമ്മൾ എന്ത് സ്ട്രീം വേണമെങ്കിലും ചെയ്യാം. ഗെയിം സ്ട്രീം ചെയ്യുക, വീഡിയോ സ്ട്രീം ചെയ്യുക, ലൈവ് ചെയ്യുക, അതൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ഗൂഗിൾ സ്റ്റുഡിയോയിൽ പോയിട്ട് കുറേ സെറ്റിങ്സ് ചേഞ്ച് ചെയ്യാറുണ്ട്. ഇത് ഞാൻ പെട്ടെന്ന് പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോട്ട് പോവാം. ലെറ്റ്സ് ഗോ. സോ ഗൈസ്, നമ്മൾ സെറ്റിങ്സിലോട്ട് പോയിട്ട് നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ സ്ട്രീം എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് ഞാൻ ക്ലിക്ക് ചെയ്യുക. നമുക്കിവിടെ കാണാം, അവിടെ സർവീസിൽ യൂട്യൂബ് RTMPS എന്ന് പറഞ്ഞുകൊണ്ട് സെർവറുണ്ട്. സാധാരണ ഇങ്ങനെയല്ല വരുന്നത്. ഞാൻ ഒന്ന് കണക്ട് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, നമുക്ക് ഇഷ്ടമുള്ള ഇതിലൊക്കെ കണക്ട് ചെയ്യാം. നമുക്ക് ട്വിച്ച് ഉണ്ട്, ഫേസ്ബുക്ക് ലൈവ് ഉണ്ട്, ട്വിറ്റർ, അങ്ങനെ കുറേ ഉണ്ട്. നമുക്ക് ഷോ ഓൾ കൊടുത്തു കഴിഞ്ഞാൽ കുറേ കാണാം. നമ്മൾ സെലക്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് RTMPS ഇതാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. ഇതിപ്പോൾ കണക്ട് ചെയ്തുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ കാണിക്കുന്നത്. വേണ്ട സോളോ ഇതിൻ്റെ ഫസ്റ്റ് മെയിൻ ചാനലാണ്. ഡിസ്കണക്റ്റ് കൊടുക്കാം. അപ്പം ഞാൻ കാണിച്ചു തരാം എങ്ങനെ കണക്ട് ചെയ്യുന്നത്. ഡിസ്കണക്റ്റ് കൊടുക്കുന്നു. ഓക്കെ, ഉണ്ടാ ഇവിടെ രണ്ട് ഓപ്ഷൻ ആണെങ്കിൽ യൂസ് സ്ട്രീം കീ അല്ലെങ്കിൽ കണക്ട് അക്കൗണ്ട്. നമ്മൾ ഇതാണ് ആദ്യം കൊടുക്കേണ്ടത്. ഇത് അറിയാവുന്നവർ ഇത് കൊടുക്കുക, അല്ലെങ്കിൽ ഇത് തന്നെ കൊടുത്താൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് കണക്ട് ആയിക്കോളും. നമ്മളൊരു പോപ്പപ്പ് പോലെ ഒരു ഇതിലോട്ട് വരുമ്പോൾ എഡ്ജ്, ഇപ്പം എൻ്റെ ഇരിക്കുന്ന എഡ്ജാണ്. പിന്നെ ഇതിലോട്ട് വന്നത് എൻ്റെ ഈ അക്കൗണ്ടിലാണ് ഞാൻ സ്ട്രീം ചെയ്യുന്നത്. അപ്പം ഈ അക്കൗണ്ട് സെലക്ട് ചെയ്ത് ഓക്കെ കൊടുക്കണം. ഓൾറെഡി കണക്ട് ആയതുകൊണ്ടാണ് കണ്ടിന്യൂ കാണിക്കുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കണക്ട് ആയിട്ടുണ്ട്. ഇല്ല, സാധാരണ കണക്റ്റ് ആകാത്തതാണ്. ആദ്യ സെറ്റപ്പ് ആയതുകൊണ്ട് ഇങ്ങനെ കണക്റ്റ് ആകത്തില്ല. നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കുന്നു, നമ്മൾ യൂസ് സ്ട്രീം കീ കൊടുക്കുന്നു. ഇതാണ് നമുക്ക് വേണ്ടത്. ഇവിടെ ഗെറ്റ് സ്ട്രീം കീ എന്നുണ്ട്. തൽക്കാലം അത് ക്ലിക്ക് ചെയ്യുക. ഓട്ടോമാറ്റിക് നമ്മൾ കണക്ട് ചെയ്ത യൂട്യൂബ് ചാനലിലോട്ട് പോകും. ഇതല്ല എൻ്റെ ചാനലിൽ. ഞാൻ ഇത് ക്ലോസ് ചെയ്യുകയാണ്. എൻ്റെ ചാനൽ ഇതിനകത്താണ്. എൻ്റെ ചാനൽ ശരിയാ. ഞാൻ കൊടുക്കാൻ പോകുന്നത് നമ്മൾ ഗോ ലൈവാണ് കൊടുക്കാൻ പോകുന്നത്. ഇത് ലൈവ് പോകത്തില്ല. നമ്മൾ ആദ്യം സെറ്റ് ചെയ്യണം. ലൈവ് എങ്ങനെ സെറ്റ് ചെയ്യുന്നത് കാണിച്ചു തരാം. ഈ സ്ട്രീം എടുക്കുന്നു, എഡിറ്റ് കൊടുക്കുന്നു. അതെ വന്നു. നമ്മുടെ ഈ സ്ട്രീം എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ആരും കാണിക്കില്ല. നമ്മൾ നേരെ ഓപ്പ് എടുക്കുക, തൊട്ട് പേസ്റ്റ് ചെയ്യുക. കണ്ടോ, ഷോ കൊടുക്കണ്ട, അപ്ലൈ ചെയ്യുക. ഓക്കെ, ഇവിടെ നമ്മൾ ഓക്കെ എടുത്തേ. നിങ്ങൾ ഒന്നുകൂടെ കയറി നോക്കി നമ്മൾ കണക്ട് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. ഇവിടെ സ്ട്രീമിങ്ങിൻ്റെ സെറ്റപ്പ് അത്രേ ഉള്ളൂ. അതോ നമ്മളെ കീ എടുത്ത് കഴിഞ്ഞാൽ ഒന്ന് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. ചേട്ടാ, ആദ്യത്തിലാണെന്ന് വർക്കായില്ല. രണ്ടാം കൊടുത്തപ്പോൾ വർക്കായി. എന്തോ ഗ്ലിച്ച് എന്താണ് നോക്കണ്ട, നെറ്റ്വർക്കിൻ്റെ കുഴപ്പമാണ്. ഇനി നോക്കാനുള്ളത് നമുക്ക് ഔട്ട്പുട്ട്. ഇതിപ്പോൾ റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ട് എനിക്കിപ്പോൾ ഇത് ബ്ലാങ്ക് ആയിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, ആദ്യം ചെയ്യേണ്ട ഈ ഓഡിയോ ട്രാക്ക് ഒന്ന് വണ്ണം കൊടുക്കുക. ഓഡിയോ എൻകോഡർ അത് തന്നെ നടന്നോട്ടെ. വീഡിയോ എൻകോഡർ നമ്മൾ വീഡിയോ ആണെങ്കിൽ ഇത് കൊടുക്കുക, അല്ലെങ്കിൽ സാധാരണ H.264 ഇതാണ് ഡിഫോൾട്ടായിട്ട് കിടക്കേണ്ടത്. റീസ്കെയിൽ ഔട്ട്പുട്ടിൽ നമ്മുടെ മോണിറ്റർ റെസൊല്യൂഷൻ കൊടുക്കുക, അല്ലെങ്കിൽ വേണമെങ്കിൽ കുറച്ച് 720p ഇടാം. ഇതിപ്പോൾ 1080p കിടക്കുന്നു, അതുകൊണ്ട് 1080p ഫുൾ തന്നെ ഇട്ട് ഇതിൽ കോൺസ്റ്റൻറ്റ് ബിറ്റ് റേറ്റ് ഇങ്ങനെ കുറേ സെറ്റിങ്സ് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളത് പോയി ചെക്ക് ചെയ്യുക. ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അഡ്വാൻസിൽ പോയിട്ട് നിങ്ങൾ ഒന്നെങ്കിൽ എബവ് നോർമൽ അല്ലെങ്കിൽ ഐ കൊടുക്കുക. നിങ്ങളുടെ അസിസ്റ്റം പോലെ ഇരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലാഗ് ഉണ്ടെങ്കിൽ ഞങ്ങൾക്കൊന്ന് ജസ്റ്റ് കുറച്ചിട്ടാൽ മതി, അല്ല ഒന്ന് കൂട്ടിയിട്ടാൽ മതി. അപ്പോൾ റെഡി ആയിക്കോളും. അത്രേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം. ഓക്കെ, താങ്ക് യു.